ഹലോ ഫ്രണ്ട്സ്, ഹെലീസ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് ഹീത്രോ എയർപോർട്ടിലെ വെർജിൻ അറ്റ്ലാന്റിക്കിൻ്റെ ക്ലബ് ഹൗസ് എന്ന് പറഞ്ഞ ലോഞ്ചിലാണ്. അപ്പോൾ നമ്മുടെ ബോർഡിംഗ് പാസ് എല്ലാം നമ്മുടെ റിസപ്ഷനിസ്റ്റ് ഇവിടെ സ്കാൻ ചെയ്യുവാണ്. അത് കഴിഞ്ഞിട്ട് വേണമല്ലോ നമുക്ക് ഉള്ളിലേക്ക് പോകാനായിട്ട്. അപ്പോൾ അവർ നമ്മളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്, എവിടെയാണ് സ്റ്റേ ചെയ്യുന്നതെല്ലാം കാര്യങ്ങളൊക്കെ. ആക്ച്വലി ഞങ്ങൾ ഈ ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്തത് വെർജിൻ അറ്റ്ലാന്റിക്കിൻ്റെ ഓഫീസ് വഴി ഡയറക്റ്റ് ആയിട്ടാണ്. ഒരു പാക്കേജ് പോലെയാണ് ഞങ്ങൾ എടുത്തത്. ഇതിൻ്റെ ഫ്ലൈറ്റും ഹോട്ടൽ ടിക്കറ്റും ഈവൻ ഡിസ്നി ഹോളിഡേയ്സിലെ അവിടുത്തെ ടിക്കറ്റ് ഉൾപ്പെടെ ഞങ്ങൾ ബുക്ക് ചെയ്തത് വെർജിൻ അറ്റ്ലാന്റിക് ത്രൂ ആണ്. വെർജിൻ അറ്റ്ലാന്റിക്കിൻ്റെ കസ്റ്റമർ സർവീസൊക്കെ അടിപൊളിയാണ്. നമുക്ക് എന്ത് കാര്യമുണ്ടെങ്കിലും അവർ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്കതിനുള്ള മറുപടിയായിട്ട് അവർ വന്നിരിക്കും. അതുകൊണ്ട് അത് മാത്രമല്ല, നമ്മൾ ഈവൻ ഇപ്പോൾ എബ്രോഡ് ആണെങ്കിൽ പോലും നമുക്ക് അവർ കോൺടാക്റ്റ് ചെയ്യാനുള്ള എല്ലാ നമ്പേഴ്സും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാൽ അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞങ്ങളേക്കാൾ മുന്നേ ഞാനിവിടെ കയറി ഇവിടെ നിന്നു. ഞങ്ങൾക്ക് മുന്നേ ചേട്ടായി പോയി ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റിയ കംഫർട്ടബിളായ സ്ഥലം കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതേ അവിടെ സ്ഥലമുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഹെലീനയും കൊണ്ട് അങ്ങോട്ടേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുവാണേ. ഞങ്ങളിവിടെ ഇരിക്കാൻ പോവാണേ. പിന്നെ മറ്റ് ലോഞ്ചുകളിൽ നിന്ന് എനിക്ക് വ്യത്യാസമായിട്ട് തോന്നിയത്, മറ്റ് ലോഞ്ചുകളിലെല്ലാം ബൊഫേ സർവീസാണ്. ഇവിടെ ബൊഫേ സർവീസ് അല്ല. ഡ്രിങ്ക്സ് എല്ലാം നമുക്ക് അവിടെ പോയി തന്നെ കളക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ ടേബിളിൽ ഒരു QR കോഡ് വെച്ചിട്ടുണ്ട്. അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവർ ടേബിൾ സർവീസായിട്ട് നമ്മുടെ ടേബിളിൽ കൊണ്ടുതരും. അതല്ലെങ്കിൽ വെയിറ്റേഴ്സ് ഉണ്ട്, അവർ നമുക്ക് മെനു പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് അവർക്ക് ഓർഡർ കൊടുത്താൽ മതി. അപ്പോൾ അവരും നമുക്ക് നമ്മുടെ ടേബിളിൽ നമുക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം എത്തിച്ചു തരുന്നതായിരിക്കും. എന്നെപ്പോലെയുള്ള ഒരു പാരൻറ്റിന് ഈ സർവീസ് എപ്പോഴും നല്ല ഫലപ്രദമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എനിക്കിപ്പോൾ ആരെങ്കിലും സഹായമൊക്കെ ചോദിക്കേണ്ടി വരും. ഒന്നല്ലെങ്കിൽ ചേട്ടായിയോടോ അല്ലെങ്കിൽ പിള്ളേരോടോ ചോദിക്കണം എനിക്ക് എന്തെങ്കിലുമൊക്കെ എടുത്തു കൊണ്ടുവരാൻ. അല്ലെങ്കിൽ ഞാൻ ഹെലീന അവരുടെ അടുത്ത് ആക്കിയിട്ട് പോയിട്ടാണ് എനിക്കിടുന്നത്. ഇതാണെങ്കിൽ എനിക്കിഷ്ടമുള്ള ഫുഡ് എനിക്ക് അവരോട് ഡയറക്റ്റ് ഓർഡർ ചെയ്യാം, അല്ലെങ്കിൽ QR കോഡ് സ്കാൻ ചെയ്ത് ഓർഡർ ചെയ്യാം. ഹെലിക്ക് ഫുഡ് കൊടുത്തതിന് ശേഷം അവളുടെ മെഡിസിൻസ് എല്ലാം ഞാൻ പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതെല്ലാം ഇവിടെ വെച്ച് സിറിഞ്ചിൽ ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞങ്ങളിപ്പോൾ ട്രാവൽ ചെയ്യുന്നത് ഫ്ലോറിഡയ്ക്കാണ്. ഞങ്ങൾ UK ആയിട്ട് അവിടേക്ക് 5 hours ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ എപ്പിലെപ്റ്റിക് ടീമുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഹെലിൻ്റെ മെഡിക്കേഷൻ ടൈമെല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഇത് ഭയങ്കര പാടായിരിക്കും, ജെറ്റ് ലാഗ് പോലെ തന്നെയായിരിക്കും. ഹെലിയുടെ മെഡിക്കേഷൻ നമ്മൾ അടുപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് അവളുടെ ബോഡിക്ക് താങ്ങാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നമുക്ക് നേരത്തെ തന്നെ ഇതിൻ്റെ കാൽക്കുലേഷൻ തന്ന് എയർലി പല വീക്കുകളായിട്ട് ഞങ്ങൾ ഇതിൻ്റെ ടൈം ചേഞ്ച് ചെയ്ത് ഇപ്പോൾ അത് അഡ്ജസ്റ്റായി വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഫസ്റ്റ് ഹോളിഡേ ദുബായിലേക്കായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതുപോലെ തന്നെ ഒരു പറ്റിയതാണ്. ഞാൻ ഈ മെഡിക്കേഷൻ്റെ ഇങ്ങനെയുള്ള ടൈം ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അന്ന് രാവിലെ ഞാൻ ഫ്ലൈറ്റിൽ വെച്ച് മരുന്ന് കൊടുത്തു. വീട്ടിൽ ചെന്ന് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെക്ക് ചെയ്തപ്പോൾ UK ടൈം അനുസരിച്ച് അപ്പോൾ രാവിലെ മരുന്ന് കൊടുത്തു. അപ്പോൾ മരുന്നുകൾക്ക് തമ്മിൽ ഒരുപാട് ടൈം ഡിസ്റ്റൻസ് വരാഞ്ഞതുകൊണ്ട് ഹെലി ഭയങ്കരമായിട്ട് ടയേർഡായിപ്പോയി. അന്ന് ഞങ്ങൾ ഫ്യൂച്ചർ മ്യൂസിയമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും എനിക്കും കുഞ്ഞിനും അതിന് പോകാൻ പറ്റിയില്ല. ഇവരെയൊക്കെ ഞാൻ നിർബന്ധിച്ച് വിടുകയാണ് ഉണ്ടായത്. അപ്പോൾ ചേട്ടായിയുടെ കലാപരിപാടികളൊക്കെ പതുക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഞാനാണെങ്കിൽ എൻ്റെ ഫുഡ് ഓർഡർ ചെയ്ത് വന്നിട്ടുണ്ട്. ഞാനത് കഴിച്ച് ഹെലി ഓൾറെഡി ടയേർഡായി തുടങ്ങി. അവളുടെ മെഡിക്കേഷനൊക്കെ ചെന്ന് കഴിഞ്ഞൊരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേനും അവൾക്ക് ഉറക്കം വരും. അവൾ ഓൾറെഡി ടയേർഡാണ്. അപ്പോൾ ഞങ്ങൾ ഇനി ഇതിൻ്റെ റൂഫ് ടോപ്പ് ഉണ്ട്, അവിടേക്കൊന്ന് പോയി കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഹെലീനെ ചേട്ടയുടെ അടുത്ത് ആക്കിയിട്ടാണ് മുകളിലേക്ക് പോകുന്നത്. ഞങ്ങളിപ്പോൾ ഉള്ളത് ഈ വെർജിൻ അറ്റ്ലാന്റിക് ക്ലബ് ഹൗസിൻ്റെ റൂഫ് ടോപ്പിലാണ്. നമ്മുടെ ഇവിടുന്ന് ഇതിന് ഫ്ലൈറ്റൊക്കെ കാണാം കേട്ടോ. ഞങ്ങൾ പോകുന്ന സ്പോട്ട് ഇതാണ്. ഈ കിടക്കുന്ന വെർജിൻ അറ്റ്ലാന്റിക്കിൻ്റെ വലിയ പ്ലെയിനില്ലേ, അതിനകത്താണ് ഞങ്ങൾ പോകുന്നത്. അതിൻ്റെ അപ്പുറത്ത് നമുക്ക് അമേരിക്കൻ, ഡെൽറ്റ, പിന്നെ വേറെ വെർജിൻ അറ്റ്ലാന്റിക് അങ്ങനെയൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. ആ സൈഡിലും ഉണ്ട് വെർജിൻ അറ്റ്ലാന്റിക്കിൻ്റെ. ഈ സെയിം ഫ്ലൈറ്റ് തന്നെ 3 എണ്ണം പോകുന്നുണ്ടെന്നാണ് പറഞ്ഞത് ഇന്ന്. കാരണം ഇന്ന് കൂടുതൽ ആൾക്കാരുണ്ട്, അതുകൊണ്ട് അവർ എക്സ്ട്രാ സർവീസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അതിൻ്റെ മുകളിൽ ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ് കേട്ടോ. എനിക്കറിയില്ലായിരുന്നു ഇവിടേക്ക് ലിഫ്റ്റ് ഉള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹെലീനെ കൊണ്ടുവന്നില്ല. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവിടേക്ക് ലിഫ്റ്റ് ഉണ്ട് റൂഫ് ടോപ്പിലേക്ക് വരാനായിട്ട്. എല്ലാവർക്കും ആക്സസിബിൾ ആണ്.
അപ്പോൾ ഇവിടുത്തെ ലിഫ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കെയിൻ കൊച്ചിനെ കൊണ്ടുവരാന്നാണ് പറഞ്ഞത്. ഇതേനാടാ അതേ ലിഫ്റ്റ്. കെയിൻ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ഹെലീനെ കൊണ്ടുവരാനായിട്ട്. കെയിൻ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ ഹെലീനെ. ഹെലി തന്നെ കയറുന്നുണ്ട്. അപ്പോൾ സഹായിക്കുന്നുണ്ട്. ഹലോ. Hey guys. ഹലോ. നേരത്തെ ഇവിടെ വന്നിട്ട് നിങ്ങൾ ലിഫ്റ്റ് കണ്ടുപിടിച്ചില്ല. നേരത്തെ ഇവിടെ വന്നിട്ടേ നിങ്ങൾ ലിഫ്റ്റ് കണ്ടുപിടിച്ചില്ലല്ലോ. ഇത് സെയിം ലിഫ്റ്റ് അല്ലേ നമുക്ക് കറീസിലുള്ളത്? കറീസിലുള്ളത് ഇങ്ങനെ ഞെക്കി പിടിച്ച് വേണ്ടതല്ലേ? ആ ഹൗസിൽ ഇതിൻ്റെ ആവശ്യമില്ല. മുകളിൽ 2 ബെഡ്റൂം അല്ലേ ഉള്ളൂ. അവിടെ ഇപ്പോൾ ഹെലി വന്നെന്ന് നിർബന്ധമില്ല. തുറന്നു വെച്ചപ്പോൾ എൻ്റെ കൊച്ചു രാജകുമാരി അല്ലേ? എൻ്റെ കൊച്ചു രാജകുമാരി അല്ലേ? രാജകുമാരിയാണോ? ആണ്. കിട്ടിയാ? ഇതെന്തൊരു കുഞ്ഞു സ്മൂത്തിയാ. ഫോൺ എൻ്റെ കയ്യിലുണ്ട്. പപ്പയുടെ ഫോൺ പപ്പയുടെ കയ്യിലില്ലേ? ഫോട്ടോ എടുത്തു കൊടുത്തേടാ. ഞാൻ എടുത്ത വൃത്തിയേടാവും. അതാ നമ്മുടെ എടുപ്പിക്കാം. ചേട്ടാ അവനെടുത്ത ഒരു വകയാവൂട്ടോ. പ്രോപ്പറായിട്ട് എടുത്തു കൊടുക്കണേ. ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ട്. ലിഫ്റ്റ് ഗോയിങ് ഡൗൺ. ഇതുമ്പോൾ നമ്മൾ ഇങ്ങനെ ഞെക്കി പിടിച്ചോണ്ടിരിക്കണം കേട്ടോ ലിഫ്റ്റ് പോകാനായിട്ട്. അത് പ്രസ്സിൽ നിർത്തി കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റോപ്പ് ആവും. ഓക്കെ, ഞാനിപ്പോൾ ഇത് പ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വേറൊരു ലോഞ്ച് ഉണ്ട്. TV ഒക്കെ കാണണമെങ്കിൽ ഇവിടെ വന്ന് ഇരുന്നാൽ മതി. ലൈവ് സ്പോർട്സ് ഒക്കെ നമുക്ക് അവിടെ ഇരുന്ന് കാണാം. നമ്മൾ നേരെ താഴെ ലോഞ്ചിലേക്ക് ഇപ്പം എത്തും. നമുക്ക് ഈ ലോഞ്ചിലേക്ക് ഇതാവുമ്പോൾ സ്റ്റോപ്പ് ചെയ്തപ്പോൾ അത് ഓഫായി പോകും. അങ്ങനെയാണ്. ഗ്രൗണ്ട് ഫ്ലോർ പോവാൻ പറ്റുവാ? പോവാം. ഇത് പിന്നെ രണ്ടുപേരോട് കയറിട്ട് ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ ചെല്ലുമ്പോഴില്ല ഈ ബാഗുകളിൽ ഓരോരുത്തർ എടുത്തുകൊണ്ട് പോകാം. അങ്ങനെ വെച്ചാൽ അവിടെ പിന്നെ ഓടി പോകും. Thank you, bye. Hi. Where are you going?
അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. ഇനി അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഫ്ലൈറ്റിനുള്ളിലെ വീഡിയോസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ മറക്കരുതേ. താങ്ക്സ് ഫോർ യുവർ സപ്പോർട്ട്. നമ്മളിപ്പോൾ രണ്ടിലാണ്. അത് ഉറങ്ങാനല്ലേ? ഇത് ഇവിടെ ഇല്ലാന്ന് ഞങ്ങൾക്കറിയാം. ഇപ്പൊ ഞാൻ കൊണ്ടുവന്നിരുത്തിയതാണ്. കള്ളിപ്പെണ്ണ് ഉറങ്ങണം, ബെഡ് അന്വേഷിക്കാണ്. കത്തിലന്വേഷിച്ചാണ്. നമ്മുടെ ഗേറ്റ് എവിടെയാ? 22. ഓക്കെ, ഹിയർ.